കാലഘട്ടത്തിനെ തന്നെ പുനരവതരിപ്പിച്ചുകൊണ്ട് ചരിത്രത്തിന്, അതായത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ചരിത്രത്തിന് ഒരു പാരലൽ സ്റ്റോറി ബിൽഡ് ചെയ്തുകൊണ്ട് ഒരു പുതിയ സിനിമ തിയേറ്ററിലേക്ക് എത്തിയിരിക്കുകയാണ് രേഖാചിത്രം. ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ആസിഫ് അലിയും അനശ്വര രാജനുമാണ്. ഈ സിനിമയിൽ ചരിത്രത്തോടുള്ള നീതികേടുന്നോ ഒക്കെ എനിക്ക് വിളിക്കാൻ തോന്നുന്ന, എനിക്കൊട്ടും യോജിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതെന്താണ് എന്നുള്ളത് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. ഇപ്പം നമുക്ക് പോസിറ്റീവ്സിൽ നിന്ന് ആരംഭിക്കാം. ഒന്നാമത്തെ പോസിറ്റീവ്, അവരെന്ത് പറഞ്ഞാണോ ഈ പടത്തിന് ഏറ്റവും കൂടുതൽ ഹൈപ്പ് കൂട്ടിയിട്ടുള്ളത് അത് കൃത്യമായി ഡെലിവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു പാരലൽ ചരിത്രം ആയിട്ടാണ് സിനിമയുടെ കഥ നമ്മൾ കാണുന്നത്. അപ്പോൾ റിയൽ ഇൻസിഡൻസ് ഉണ്ട്. ട്രെയിലർ കാണുമ്പോൾ നമ്മളൊക്കെ ഊഹിച്ചിട്ടുള്ളത് പോലെ കാതോട് കാതോരം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനും ആ ഒരു കാലഘട്ടമൊക്കെയാണ് അവർ റീക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്തുള്ള ആളുകളുടെ ഡ്രസ്സ്, പാട്ടുകളുണ്ടാവും, ചില വണ്ടികളുണ്ടാവും, ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും ഉണ്ടാവുക. പക്ഷേ ഇത് ആ കാലഘട്ടത്തിലെ യഥാർത്ഥ സംഭവങ്ങളെയും കൂടി കൂട്ടിയിണക്കിക്കൊണ്ട് നമുക്കൊക്കെ അറിയാൻ ഇൻട്രസ്റ്റ് ഉള്ള സിനിമയുടെ പിന്നണി കഥകളൊക്കെ ഉണ്ടല്ലോ, അതുപോലുള്ള കുറേ കാര്യങ്ങളെയൊക്കെ കൃത്യമായി ബാലൻസ് ചെയ്തുകൊണ്ട് ഓഡിയോ വിഷ്വൽ സൈഡൊക്കെ പ്രത്യേകം എടുത്ത് തന്നെ പറയണം. സംഭവം ഇറുക്ക് എന്ന് ആസിഫ് അലി പറഞ്ഞതുപോലെ ഇതിൽ സംഭവം ഇറുക്ക്. അതൊക്കെ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇത് OTT-ലൊക്കെ കണ്ടാൽ ചിലപ്പോൾ നമുക്ക് നിർത്തിയിട്ടിട്ട് മിസ്റ്റേക്സ് കണ്ടുപിടിക്കാനാണ് തോന്നുന്നത്. പക്ഷേ തിയേറ്ററിൽ ഇത് കാണുമ്പോൾ ഉണ്ടല്ലോ മാൻ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന പോലെ അത്രയും രസമായിട്ട് അവർ ആ ഒരു കാലഘട്ടത്തിനെ, ഒരുപാട് സംഭവങ്ങളെ, വ്യക്തികൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ചരിത്രത്തിനെ ഒക്കെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊരു വലിയ കയ്യടി കൊടുക്കാതെ നമുക്ക് അടുത്ത പോസിറ്റീവിലേക്ക് കടക്കാൻ പറ്റില്ല. രണ്ടാമത്തെ പോസിറ്റീവ് ഇതിൻ്റെ സംഗീതമാണ്. മുജീബ് മജീദിൻ്റെ സംഗീതം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ആ ഒരു മൂഡ്, അതേപോലെ ചില ഇമോഷൻസ് ഒക്കെ ഉണ്ട് ഇതിൽ. ഈ അനശ്വര രാജൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം അറിയാലോ, പാസ്റ്റിലുള്ള ക്യാരക്ടറാണ്. സിനിമാ മോഹിയായിട്ടുള്ളൊരു പെൺകുട്ടി എന്നൊക്കെയുള്ള രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ അവളുടെ കുറേ മോഹങ്ങളും സ്വപ്നങ്ങളും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്ത് വരണമല്ലോ. പെർഫോമൻസിലോ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളിലോ എനിക്ക് പ്രത്യേകിച്ച് ഇമോഷണലി ഒന്നും കണക്റ്റ് ആയിട്ടില്ലെങ്കിലും മ്യൂസിക് കൊണ്ട് ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഈ സിനിമ എന്ന് പറയുന്നത് ഒരുപാട് ആർട്ട് ഫോമുകളുടെ ഒരു സങ്കലനമാണ്. അതിൽ ഏതെങ്കിലും ഒന്ന് നന്നായാൽ തന്നെ നമുക്ക് ആ ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യും. ഒന്നും പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ ഭയങ്കര കുറ്റം പറയുക. അപ്പോൾ ഇതിൽ ഈ മ്യൂസിക് സംഭവം ഇതിനെ ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. മൂന്നാമത്തെ പോസിറ്റീവ് ഈ സിനിമയുടെ ടോട്ടൽ വിഷ്വൽ ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിൽ അപ്പു പ്രഭാകരൻ്റെ ക്യാമറയും ഷമീർ മുഹമ്മദിൻ്റെ എഡിറ്റിങ്ങും ഉൾപ്പെടും, ലിജു പ്രഭാകരൻ്റെ കളറിങ്. ഇതിലെ കളറിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ കാലഘട്ടം രണ്ടായിട്ട് കാണിക്കുമ്പോഴേ ഒരു കാലഘട്ടത്തിൽ നിന്ന് മറ്റത് ഭയങ്കര ഡിഫറൻ്റ് ആയിട്ട് നിൽക്കാൻ ഒന്നെങ്കിൽ കംപ്ലീറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അടിച്ച് കളയും, അതല്ലെങ്കിൽ ആ കളേഴ്സൊക്കെ പല രീതിയിൽ അറേഞ്ച് ചെയ്യാറുണ്ട്. പക്ഷേ അത് ഭയങ്കരമായിട്ട് എടുത്ത് നിൽക്കുന്ന പോലെ. പക്ഷേ ഈ സിനിമയിൽ എനിക്ക് അങ്ങനെ ഒരു ചാട്ടം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതായത് വിഷ്വലി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ജമ്പ് ഫീൽ ചെയ്യാമെന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു ജമ്പില്ലാതെ വളരെ നീറ്റായിട്ട് തന്നെ, അതായത് ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു പരിപാടിയാണ് അതിൽ പിടിച്ചിരിക്കുന്നത്. പിന്നെ പറയേണ്ടത് ഇതിൻ്റെ VFX ടീമാണ്. മൈൻസ്റ്റീൻ സ്റ്റുഡിയോസ് എന്നാണ് കണ്ടത്. സ്റ്റുഡിയോസിന് കുഡോസ്, അടിപൊളി വർക്കാണ് മാൻ. അവരെ എങ്ങനെ പുകഴ്ത്തണം, ഏത് റേഞ്ചിൽ പുകഴ്ത്തണം എന്നുള്ളത് നിങ്ങൾ തിയേറ്ററിൽ സിനിമ കാണുമ്പോൾ, പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു സെക്കൻഡ് ഹാഫ് ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് എനിക്ക് ഇവരോട് ഇത്രയും സ്നേഹം തോന്നിപ്പോയി എന്നുള്ളത്. VFX ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ മാത്രമല്ല വേറെയും ഒരുപാട് ഇടങ്ങളിലുണ്ട്. പല സിനിമകളിലും ഈ VFX പരിപാടികൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഇവിടെ ഒരു റോപ്പ് ഉണ്ടായിരുന്നു, ഇത് അവർ VFX-ൽ മായ്ച്ചതാണ്, അതിൻ്റെ ഒരു പാടം അവിടെ കിടപ്പുണ്ട്, അല്ലെങ്കിൽ ഇയാളെ ഇവിടെ കട്ട് ചെയ്ത് ഒട്ടിച്ച് വെച്ചതാണ്, അതുകൊണ്ടാണ് ഈ ചുറ്റും ഇങ്ങനെ കളർ വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വെച്ച് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ സിനിമയിൽ വളരെ 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 കുറവാണ്. അങ്ങനെ മിനിമലായിട്ട് അത് ചെയ്യാന്ന് പറയുന്നത് ആ ഒരു VFX ടീമിൻ്റെ എഫേർട്ടും കൂടിയാണ്. നാലാമത്തെ പോസിറ്റീവ് അത് ഈ സിനിമയുടെ തിരക്കഥാകൃത്തുക്കൾക്കുള്ളതാണ്. ജോൺ മന്ത്രിക്കൽ ആൻഡ് രാമു സുനിൽ, ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് വളരെ ഗ്രിപ്പിംഗ് ആയിട്ട്, ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആയിട്ട്, എടുത്ത പൊങ്ങാത്ത ട്വിസ്റ്റുകളൊക്കെ ഇട്ട് അങ്ങോട്ട് ഞെട്ടു ഇങ്ങോട്ട് ഞെട്ടു, ദേ തിരിഞ്ഞു നോക്കൂ എന്നൊക്കെ പറയുന്ന പോലത്തെ സാധനങ്ങളൊന്നുമല്ല. വളരെ സ്ട്രെയിറ്റ് ആയിട്ട് സിമ്പിളായിട്ട് ഇങ്ങനെ പതിയെ പതിയെ ബിൽഡ് ചെയ്തു പോകുന്നൊരു സ്റ്റോറിയാണ്. എന്നാൽ അതേസമയം നല്ല ഗ്രിപ്പിംഗ് ആയിട്ട് തന്നെ നമ്മൾ ഇതിൽ നിന്ന് വിട്ടുപോകാതെ നമ്മുടെ ഇൻട്രസ്റ്റ് എന്തൊക്കെയായിരിക്കാം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. അതായത് സിനിമയുടെ പിന്നണി കഥകൾ കേൾക്കാൻ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്. അവിടെ എന്തൊക്കെ സംഭവിച്ചിരുന്നു എന്നുള്ളത്, ഷൂട്ടിംഗ് ലൊക്കേഷൻ കാണുന്ന സമയത്ത്, ഇനി അവിടെ മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു ക്യാരക്ടറിനെ കൊണ്ടുവന്ന് ആ ഒരു സിറ്റുവേഷനെ ഒന്ന് തിരിച്ചു വെക്കുമ്പോൾ അതൊക്കെ എങ്ങനെ വെക്കണമെന്നുള്ള ആ പ്ലാനിങ്ങും അതൊക്കെ കൊണ്ട് ഇതിൻ്റെ സ്ക്രിപ്റ്റ് വർക്കിനെ പുകഴ്ത്താതിരിക്കാൻ പറ്റില്ല. അവരുടെ ആ ഒരു കഥയുടെ ഒഴുക്ക് നല്ലതായിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് ഹിസ്റ്ററി ഏതാണ്, ഇവർ ആഡ് ചെയ്തത് ഏതാണ് എന്ന് പെട്ടെന്ന് കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് പോലെ അത്രയും രസമായിട്ട് അവർക്ക് ആ കഥ കൂട്ടിച്ചേർത്ത് വെക്കാൻ പറ്റിയിട്ടുണ്ട്. അവിടെ നമ്മൾ നെഗറ്റീവ്സിലേക്ക് പോകുമ്പോൾ ഒന്നാമത്തെ നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്, ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ അന്ന് സംഭവിച്ചിട്ടുണ്ടാവുക ഇങ്ങനൊരു കാര്യമായിരിക്കും. ശരി, ഇങ്ങനൊരു കാര്യമായിരിക്കും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷേ അതിന് കാരണമായിട്ടുള്ള ആ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ആ ബാക്ക് സ്റ്റോറിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇവരെടുക്കുന്ന സമയം
അതെനിക്ക് കുറച്ച് വലിച്ചിലായിട്ട് ഫീൽ ചെയ്തു. പ്രത്യേകിച്ച് ഇതിൽ അനശ്വരയുടെ ക്യാരക്ടറും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. സിനിമാ മോഹിയായിട്ടുള്ളൊരു പെൺകുട്ടി, അവളുടെ സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ, ഇത് ഡെവലപ്പായി വരുന്നത്. അതേപോലെ തന്നെ ഇവർ ഷൂട്ടിംഗ് സെറ്റിൽ വരുമ്പോൾ ഇവർ കുറേ ഡയലോഗുകളൊക്കെ ഉണ്ടാവില്ല. ഇപ്പോൾ ഞാനൊരു ജൂനിയർ ആർട്ടിസ്റ്റാണ്, അതുമായി ബന്ധപ്പെട്ട എൻ്റെ വിഷമങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ അവതരിപ്പിക്കപ്പെടുന്ന പല രംഗങ്ങളുണ്ട്. പക്ഷേ ആ രംഗങ്ങളിൽ ഒന്നും തന്നെ യാതൊരു തരത്തിലൊരു ഇമോഷണൽ കണക്റ്റ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഒരു തട്ടുകടയിൽ ചെന്നിട്ട് ചേട്ടാ ഒരു ചായ തരുമോ എന്ന് ചോദിക്കുന്ന ലാഘവത്തോടെയാണ് പല കാര്യങ്ങളും ഡീൽ ചെയ്യുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പെർഫോമൻസ് വൈസ്. അതുപോലെ തന്നെ ആ സ്റ്റോറിയിൽ നമുക്കൊരു ഇമോഷണൽ കണക്റ്റ് ഫീൽ ചെയ്യുന്നില്ല. ഒരു ബോണ്ടിങ് ഉണ്ടാവുമല്ലോ, അയ്യോ ആ കുട്ടി, അയ്യോ അവരങ്ങനെ ചെയ്ത്, അവരുടെ ഒരു കഷ്ടപ്പാട് എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന അങ്ങനത്തെ എലമെൻറ്റുകളൊന്നും അവിടെ വർക്കാവുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഒരു വലിച്ചിഴച്ചിൽ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് സിനിമയിൽ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് ഭയങ്കര വിഷമം തോന്നിപ്പോയി. അതായത് അനശ്വര അവതരിപ്പിക്കുന്ന ഈ കഥാപാത്രം, ആ കുട്ടിക്ക് ഒരുപാട് ഫ്യൂച്ചർ ഉണ്ടായിരുന്നു, അവൾ രക്ഷപ്പെടേണ്ടതായിരുന്നു എന്ന് പറയുന്ന ഒരു ഫീൽ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഫീച്ചേഴ്സ് അടിപൊളിയാണ്, വളരെ എക്സ്പ്രസീവ് ആയിട്ടുള്ള മുഖമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ശോഭയെ പോലെ എന്നൊരു വാക്ക് അതിൽ കമൽ സാർ പറയുന്ന ഡയലോഗിൽ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ആ കമ്പാരിസൺ ശോഭനയെ പോലെ, ഉർവശിയെ പോലെ എന്നൊക്കെ പറയുകയാണെങ്കിൽ അവരിപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്, അവരെ അറിയാവുന്ന പുതിയ ജനറേഷനിലുള്ള ആളുകളുണ്ട്, അങ്ങനെയൊന്നും കമ്പയർ ചെയ്യരുതെന്ന് അവർ ചിലപ്പോൾ പറയുമായിരിക്കും. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ശോഭ എന്ന് പറയുന്ന പേര് അവിടെ ആഡ് ചെയ്തത്. പക്ഷേ ഞങ്ങൾ ശോഭ ഫാൻസ് വളരെയധികം അസ്വസ്ഥരാവും അത് കേൾക്കുമ്പോൾ. വളരെ കുറച്ച് കാലം കൊണ്ട് അത്രയൊക്കെ നേട്ടങ്ങളിലേക്ക് എത്തിയ അവരുടെ ഒരു പാട്ട് കണ്ടാൽ തന്നെ ആ മുഖം മനസ്സിൽ നിന്ന് പോകില്ല. ശരദിന്ദു മലർദീപ നാളം നീട്ടി, അവരെ അറിയില്ലെങ്കിൽ ഈ ഒരു പാട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ആ അവരുമായിട്ട് അല്ലെങ്കിൽ ആ പ്രായത്തിൽ അങ്ങനെ പെർഫോം ചെയ്ത ഒരു അഭിനേത്രിയെ ഇന്ന് ഈ ജനറേഷനിലുള്ള ഏതൊരു നടിയായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാലും അത് കുറച്ച് കൂടുതലല്ലേ എന്ന് ചോദിക്കാനേ തോന്നുള്ളൂ. എന്തായാലും ഈ സിനിമയോടുകൂടി ഇപ്പോൾ ഒരുപാട് സിനിമകളിൽ ഫ്ലാഷ് ബാക്കിലെ ഹീറോയിനായി വരുന്നതുകൊണ്ട് ഒരു ഫ്ലാഷ് ബാക്ക് ഹീറോയിൻ എന്ന് പറയുന്ന ടൈറ്റിൽ, നമ്മൾ ഈ കൺവിൻസിങ് സ്റ്റാർ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ടൈറ്റിൽ അനശ്വരയ്ക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. പിന്നെ ഇതിനകത്ത് എനിക്ക് വല്ലാത്തൊരു സംഭവമായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ അതൊരു കോമഡി പരിപാടിയാണ്. ഒരു ക്രൈം സീനിൽ നിന്ന് കിട്ടിയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എവിഡൻസ്, ആരാണ് എന്താണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന വളരെ ശക്തമായിട്ടുള്ളൊരു എവിഡൻസ് ഒരു പോലീസുകാരൻ ഇങ്ങനെ പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കുക. അയാൾ എപ്പോൾ പോക്കറ്റിൽ കൈയിട്ടാലും അത് കിട്ടും എന്ന് പറയുന്ന പോലെ ദാറ്റ്സ് എൻ എവിഡൻസ് അല്ലേ. അത് കെയർ ചെയ്യുന്ന, അത് സൂക്ഷിക്കുന്ന, അതിനൊക്കെ കുറച്ച് രീതികളുണ്ട്. അത് ഈ തിരക്കഥയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമാണ്. നമ്മൾ ഈ കേസ് ക്രൈം അന്വേഷണമെന്ന് ഞാനങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഒരു സാധാരണ പ്രേക്ഷകൻ കാണുമ്പോൾ അതിലൊരു ഇമോഷണൽ സാധനം അവർ കൊണ്ടുവരാൻ ശ്രമിച്ചതാണെന്ന് തോന്നിയേക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കത് ഭയങ്കര വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അങ്ങനെ ആവശ്യമുള്ള സമയത്തൊക്കെ പോലീസുകാർക്ക് ഇത്രയും കോളിളക്കം സൃഷ്ടിക്കുന്ന ഒരു കേസൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ എവിഡൻസ് ഒക്കെ പോക്കറ്റിട്ടുകൊണ്ട് നടക്കാൻ പറ്റുക എന്ന് പറയുന്നത്, പക്ഷേ ഈ പറയുന്ന നെഗറ്റീവ്സ് ഒന്നും സിനിമ മോശമാവാനുള്ള കാരണമല്ല. എന്നാൽ അതേസമയം പോസിറ്റീവ്സിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ചില ഘടകങ്ങളുണ്ടല്ലോ, ആ ഘടകങ്ങൾ കൊണ്ട് ഈ സംഭവങ്ങളൊക്കെ നമ്മളങ്ങ് വിടും. സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ കൊടുത്ത കാശിന് വേർത്തായിട്ടുള്ളൊരു സംഭവം ഞാൻ കണ്ടു എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീലുണ്ട്. ഇനി നെഗറ്റീവ്സിൽ ഞാൻ പറഞ്ഞ ആ വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ, അവളുടെ കഥയിൽ ഒരു ഇമോഷണൽ കണക്റ്റ്, ഒരു സ്ട്രെങ്ത് ഉണ്ടായിരുന്നില്ല എന്ന്. പക്ഷേ അവിടെ പോലും സിനിമയെ കുറേ കൂടി എൻഗേജിങ് ആയി നിർത്തുന്ന 2 പ്രകടനങ്ങൾ എടുത്തു പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അതിലൊന്ന് സെറിൻ ഷിഹാബാണ്, 2 ഉണ്ണി ലാലുവാണ്. വളരെ കുറച്ച് സമയം, ചെറിയ ചില നോട്ടങ്ങൾ, കുറച്ച് ഡയലോഗുകൾ, അതുകൊണ്ട് ഈ 2 അഭിനേതാക്കൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മോഡുണ്ട്. അതായത് കഥാപാത്രങ്ങൾ പഴയ പല സിനിമകളെയും അനുസ്മരിപ്പിക്കുന്നുണ്ടെങ്കിലും അത് ചെയ്തു വെച്ചിരിക്കുന്നത് വെടിപ്പായിട്ടാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് സിനിമ കണ്ടതിന് ശേഷം. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ സിനിമ മറ്റൊരു രീതിയിലായിരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുക. ചിലപ്പോൾ ഗംഭീര സിനിമയായിട്ടുണ്ടാവും, ചിലപ്പോൾ അത്ര അങ്ങോട്ട് പോരാൻ തോന്നിയ ചില കാര്യങ്ങളും ഉണ്ടാവും. ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ തീരുമാനിക്കുന്ന ആളുകളുണ്ട്, അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.